ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് കോഹിനൂർ ഡയമണ്ടും പണവും മാത്രമല്ല കൊണ്ടുപോയിരിക്കുന്നത്. ഈവൻ നമ്മൾ കഴിക്കുന്ന കറിയും അവർ അടിച്ചുകൊണ്ട് പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇന്ന് അവരുടെ നാഷണൽ ഡിഷ് പോലും നമ്മുടെ ഇന്ത്യൻ ഫുഡാണ്. അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ അക്കൗണ്ട് ഇപ്പോൾ തന്നെ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. സ്റ്റോറി ഫുള്ള് കാണുക. കറി എന്ന വാക്ക് വന്നത് തമിഴിലെ കരി എന്ന വാക്കിൽ നിന്നാണ്. സ്പൈസ്ഡ് സോസ് എന്നാണ് ഇതിന്റെ അർത്ഥം. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന കാലത്ത് ഇവിടെയുള്ള ഭക്ഷണമായിരുന്നു കഴിച്ചിരുന്നത്. നാട്ടിലേക്ക് അവർ തിരിച്ചു പോയപ്പോൾ നമ്മുടെ ഇഷ്ടവിഭവമായ കറിയുടെ റെസിപ്പിയും അവർ കൊണ്ടുപോയി. അങ്ങനെ 1810 ലണ്ടനിലെ ആദ്യത്തെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് തുറന്നു. പക്ഷെ 1946 വരെ വെറും 20 റെസ്റ്റോറൻറ്റ് മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം പഞ്ചാബിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും കുടിയേറ്റക്കാർ ബ്രിട്ടനിലെത്തി. അവരാണ് കറി കൾച്ചർ ബ്രിട്ടനിൽ ശരിക്കും ബൂമാക്കിയത്. 2001 ബ്രിട്ടീഷ് ഫോറിൻ സെക്രട്ടറി അവരുടെ ദേശീയ ഭക്ഷണമായി ചിക്കൻ ടിക്ക മസാലയെ പ്രഖ്യാപിച്ചു. അതായത് നമ്മുടെ ബട്ടർ ചിക്കൻ കറി. ബ്രിട്ടീഷുകാർ അവരുടെ ടേസ്റ്റിന് വേണ്ടി ഇതിനെ ക്രീം ഒഴിച്ച് മോഡിഫൈ ചെയ്തു എന്ന് മാത്രം. ഇന്ന് ബ്രിട്ടനിൽ 12,000-ലധികം ഇന്ത്യൻ കറി ഹൗസസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു പുതിയ അറിവാണെങ്കിൽ തീർച്ചയായും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ.